ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം ഗോബി മഞ്ചൂരിയൻ ആണ്. ഗോബി മഞ്ചൂരിയൻ ചൈനീസ് സ്റ്റൈലിൽ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ മെത്തേഡിൽ അല്പം ഗ്രേവി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നല്ലൊരു മെത്തേഡാണ്. ഫാസ്റ്റായിട്ട് തീരുന്നത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ഗോബി മഞ്ചൂരിയൻ ഗ്രേവി. എല്ലാവരും വീട്ടിൽ ഇതേപോലെ ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ കോളിഫ്ലവർ നല്ല വൃത്തിയായിട്ട് കഴുകി അല്പം വിനേഗർ ഉപ്പ് ഒഴിച്ച് നല്ല രീതിയിൽ കഴുകി വെച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ ഒരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ഒരേ വലുപ്പത്തിൽ ചെറിയ പീസായിട്ട് വേണം കോളിഫ്ലവർ കട്ട് ചെയ്യാൻ. നമ്മുടെ ബാറ്റർ വന്നു കഴിയുമ്പോൾ അത് ശരിക്കും വലുതാവും. അതുകൊണ്ട് സാധാരണ വെജിറ്റബിൾ കറിക്ക് കട്ട് ചെയ്യുന്നതിനും അല്പം കൂടി ചെറുതായിരിക്കണം. ഇനി നമ്മൾ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ പോവാണ്. ചൈനീസ് ബാറ്റർ എല്ലാം സെയിം ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് ഒരേ മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പ്രിപ്പയർ ആക്കാനായിട്ട് ഒരേ അളവ് ആണ് മൈദയും കോൺഫ്ലോറും എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു 50 ഗ്രാമോളം മൈദ, 50 ഗ്രാമോളം കോൺഫ്ലവർ, ഒരു മുട്ടയുടെ വെള്ള, അല്പം ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വെള്ള മഞ്ഞ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്പം സോയാ സോസ് ലൈറ്റായിട്ട് ഇടുന്നത്, ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതി വൈറ്റ് പെപ്പർ, സാൾട്ട്, ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ടൈറ്റായിട്ട് ഇതിനെ മിക്സ് ചെയ്യുന്നത്. സെയിമായിട്ട് തന്നെയാണ് നമ്മുടെ ചൈനീസിൻ്റെ എല്ലാ ബാറ്റർ ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരേ അളവ് മൈദയും ഒരേ അളവ് കോൺഫ്ലവറും, അതിലേക്ക് സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എഗ്ഗ്, പിന്നെ വൈറ്റ് പെപ്പറും സാൾട്ടിന് വളരെ ലൈറ്റായിട്ട് ഇടാവുള്ളൂ. സോയാ സോസിന് നല്ല സാൾട്ട് ഉണ്ട്. ചൈനീസ് ഐറ്റം ഏറ്റവും അവസാനം മാത്രമാണ് സാൾട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നല്ല ടൈറ്റിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഗോബി ഇതിലേക്ക് ഇട്ടിട്ട് കോൺഫ്ലവർ ഇട്ടിട്ടാണ് നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്യുന്നത്. അവസാനം നമ്മൾ കോട്ട് ചെയ്യാൻ സമയത്ത് അല്പം കൂടി കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടാണ് എന്ത് സാധനം നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നല്ല ടൈറ്റ് ബാറ്ററാണ്. നമ്മൾ അല്പം കൂടി കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഓരോന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഓയിലിലേക്ക് ഇടുന്നത്. എണ്ണ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഓരോരോ പീസുകളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ശരിക്കും ഓരോന്നായിട്ട് കിട്ടുന്ന രീതിയിൽ എണ്ണ ഇട്ട് കൊടുക്കാൻ. ശരിക്കും ചൂടായ ഓയിലിലേക്ക് മാത്രമേ ഇത് ഇടാവുള്ളൂ. താത്തി വേണം ഇട്ട് കൊടുക്കാൻ. മുകളിൽ നിന്ന് ഇട്ട് നമുക്ക് പേടിയായിട്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മേൽ മുഴുവൻ എണ്ണ തെറിക്കും. അതുകൊണ്ട് പിന്നെ നമ്മുടെ ശരിക്കും ഒരു വിധം ഫ്രൈ ആയതിനു ശേഷം മാത്രം അത് മറിച്ചിട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ശരിക്കും ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം അതിനെ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഏകദേശം നല്ല ഡ്രൈയും ക്രിസ്പി ആയിട്ട് ഗോബി കിട്ടി. ഇനി നമ്മളതിനെ ആ പ്ലേറ്റിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യണം. മസാല തയ്യാറാക്കാനായിട്ട് ഒരു കടായിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ നമുക്ക് വീട്ടിലുള്ള പാനിൽ തന്നെ യൂസ് ചെയ്താൽ മതി. നമ്മളിവിടെ കടായി ഉള്ളതുകൊണ്ട് കടായി എടുത്തതാണ്. അതിലേക്ക് നമ്മൾ അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ വെളുത്തുള്ളി ഫുള്ളായിട്ട് ചോപ്പ് ചെയ്തത്, അതൊന്ന് സോട്ടായതിനു ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. മഞ്ചൂരിയൻ ആയിട്ടാണ് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുവിധം വലിയ സവോള ഫുള്ളായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു സവോളയും അല്പം ക്യാപ്സിക്കം ചെറിയൊരു പീസ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഒരു ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും, ചില്ലി പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ശരിക്കും കൂടി തന്നെ നിൽക്കണം. അതിനൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് ശരിക്കും ഇതിന് വരേണ്ടത്. അപ്പോൾ സോയാ സോസ് അല്പം കൂടി നിൽക്കുക. ചൈനീസിന് നമുക്ക് ശരിക്കും മസാല തയ്യാറായതിനു ശേഷവും അതിലേക്ക് നമുക്ക് മസാല ആവശ്യത്തിന് ആഡ് ചെയ്യാം. സാധാരണ സൗത്ത് ഇന്ത്യൻ പോലെയല്ല, നമുക്ക് മസാലകൾ അല്പം കഴിഞ്ഞിട്ടായാലും വീണ്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് മസാല ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഗോബി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് ഗ്രേവിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അല്പം കൂടുതൽ മസാല നമുക്കിതിൽ വേണ്ടി വരും. വെള്ളം ഇനി നമ്മൾ ചേർക്കുന്നുണ്ട്. ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഇത്രയും മസാല തന്നെ മതിയാവും. വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു.
എന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വേണം നമ്മൾ ഒഴിക്കാൻ. ശരിക്കും തിളച്ചതിന് ശേഷം മാത്രമേ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ മഞ്ചൂരിയൻ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയിലയും സോയാ സോസും ആണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റുകൾ. അല്പം വൈറ്റ് പെപ്പർ ഇട്ട് കൊടുത്തു. ഇതൊരു സെമി ഗ്രേവി ടെക്സ്ചറായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഗോബി മഞ്ചൂരിയൻ ഗ്രേവി, സെമി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ്. 2-3 പേർക്ക് കഴിക്കാവുന്നൊരു പോർഷൻ ഉണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. നിങ്ങൾ ഇതേപോലെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്യുക.